സഹോദരിയെ അപമാനിച്ചു എന്നാരോപിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ. സംഭവം നടന്നത് ജനുവരി 20-ന്. സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നു. സെക്രട്ടറിക്കെതിരെ മോശം പരാമർശങ്ങൾ. ഓഡിയോ പുറത്തു വന്നത് സെക്രട്ടറി സ്ഥലം മാറിപ്പോയ ശേഷം. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. പറയൂ സർ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങളോട് കരഞ്ഞിട്ടാണല്ലോ? അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് കാര്യം നിനക്ക് അറിയാം. അവിടെ നിയമസഭ ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്? എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. താൻ അതിന്റെ നാളെ ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ച്? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ച്? ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അതവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയ നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല പിന്നെ